ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ ഷൈൻ ടോം ചാക്കോ ഹാജരായി. ഷൈൻ ടോം ചാക്കോ, ശ്രീനാഥ് ഭാസി എന്നിവർക്കും പാലക്കാട് സ്വദേശിനിയായ വനിതാ മോഡലിനുമാണ് എക്സൈസ് നോട്ടീസ് നൽകിയിട്ടുള്ളത്. രഘുനാഥ് നാരായണൻ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. അതിനു മുൻപ് നമുക്ക് ആ ദൃശ്യങ്ങളും ഒപ്പം ഒരു പ്രതികരണവും കേൾക്കാം. അപ്പോൾ തുടക്കത്തിൽ തന്നെ ഇവർ ഈ ലഹരി ഇടപാടുകൾ ഉണ്ട് എന്നുള്ളത് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് സ്ഥിരീകരിക്കുന്നുണ്ട് അല്ലേ? ഇവിടെ ഒരു ഹോം സ്റ്റേയിൽ സ്റ്റോർ ചെയ്തിട്ട് ഇവിടെ വിൽപ്പന നടത്താൻ കൊണ്ടുവന്ന് ഞങ്ങളോട് പറഞ്ഞു. ഈ സിനിമാടന്മാർക്ക് വേണ്ടി കൊണ്ടുവന്നാണ് പറഞ്ഞു. ഇല്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇല്ല, ഇന്ന് 3 പേരെന്തോ ഹാജരാവുന്നു. മറ്റൊരു പ്രമുഖ നടന്റെ ഇല്ല, അതൊക്കെ വെറുതെ പറയുന്നത്. രഘുനാഥ് നാരായണനോടൊപ്പം. രഘു, ഗുഡ് മോർണിംഗ്. വളരെ നേരത്തെ തന്നെ ഷൈൻ ടോം ചാക്കോ ഹാജരാവുകയായിരുന്നു. ഇനി മറ്റുള്ളവർ എപ്പോഴാണ് ഹാജരാകുന്നത്? വിശദാംശങ്ങൾ എന്താണ്? ഷൈൻ ടോം ചാക്കോ, ശ്രീനാഥ് ഭാസി അടക്കം 3 പേർക്ക് രാവിലെ 10 മണിക്ക് ഹാജരാകാൻ വേണ്ടിയാണ് എക്സൈസ് നോട്ടീസ് നൽകിയത്. എന്നാൽ രാവിലെ 8 മണിക്ക് മുൻപ് തന്നെ ഷൈൻ ടോം ചാക്കോ എത്തിയിട്ടുണ്ട്. ഇവിടെ അകത്താണുള്ളത്. CI ഉദ്യോഗസ്ഥൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി ഡെപ്യൂട്ടി കമ്മീഷണർ അടക്കമുള്ള മേലുദ്യോഗസ്ഥർ എത്തേണ്ടതുണ്ട്. അവരൊരു 9 മണി 10 മണിയോടുകൂടി മാത്രമേ അവരെത്തുകയുള്ളൂ. ഒരു പക്ഷേ നേരത്തെ എത്തിയാൽ മാധ്യമങ്ങളുടെ കണ്ണിൽ പെടാതെ അകത്ത് കയറാം എന്നുള്ളൊരു പ്രതീക്ഷയായിരിക്കാം ഷൈൻ ഉണ്ടായിരുന്നത്. പക്ഷേ ഷൈൻ്റെ ദൃശ്യങ്ങൾ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. ഷൈന് അകത്താണ് ഉള്ളത്. നിലവിൽ ആലപ്പുഴയിലേക്ക് കടത്തിക്കൊണ്ടുവന്ന 2 കോടിയിലധികം രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവ് ഈ മാസം 1-ാം തീയതിയാണ് പിടികൂടിയത്. കേസിൽ തസ്ലിമ, ഇവരുടെ ഭർത്താവ് സുൽത്താൻ, ഒപ്പം തന്നെ മണ്ണഞ്ചേരി സ്വദേശിയായ ഫിറോസ് എന്നീ 3 പേരെ അറസ്റ്റ് ചെയ്തിരുന്നു. തസ്ലിമയുടെ ഫോൺ പരിശോധിച്ചതിൽ നിന്നാണ് സിനിമാ മേഖലയിലെ പലരുമായി ഇവർ നിരന്തരം വാട്സാപ്പിൽ സംഭാഷണം നടത്തുന്നതിൻ്റെ, ആശയവിനിമയം നടത്തുന്നതിൻ്റെ തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു. അതിൽ പ്രധാനികളാണ് ശ്രീനാഥ് ഭാസിയും ഒപ്പം തന്നെ ഷൈൻ ടോം ചാക്കോയും ഈ മോഡലും. ഇവരുമായി എന്തിനു വേണ്ടിയാണ് ഇത്ര ദീർഘമായി, പ്രത്യേകിച്ച് തസ്ലിമ ഒരു ഷെയ്ഡി ക്യാരക്ടർ, അതായത് അത്ര നല്ല പശ്ചാത്തലമുണ്ടായിരുന്ന ഒരു സ്ത്രീയല്ല. അവർക്ക് മുൻപും ഇത്തരം സമാനമായ രീതിയിൽ ലഹരി കേസുകളൊക്കെ ഉണ്ട് എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ, എക്സൈസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ളൊരു അത്ര മോശം പശ്ചാത്തലമുള്ളൊരു സ്ത്രീയുമായിട്ട് എന്തിനാണ് ഇത്തരത്തിൽ നിരന്തരമായി വാട്സാപ്പ് കോൾ ചെയ്യുന്നത്, ചാറ്റ് ചെയ്യുന്നത്, ഒപ്പം തന്നെ സാമ്പത്തിക ഇടപാട് എന്തിനു വേണ്ടിയാണ് നടത്തിയത്? ഇക്കാര്യങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടിയാണ് ശ്രീനാഥ് ഭാസി, ഷൈൻ ടോം ചാക്കോ അടക്കമുള്ള ആളുകൾക്ക് നോട്ടീസ് നൽകിയത്. എന്നാൽ ഈ കേസുമായി ഏതെങ്കിലും രീതിയിൽ, അല്ലെങ്കിൽ ലഹരി കടത്തുമായി, ലഹരി ഉപയോഗിച്ചു എന്നതിനൊരു പക്ഷേ ഈ വാട്സാപ്പ് ചാറ്റുകൾ ഉണ്ടാകും. പക്ഷേ അപ്പോഴും സാങ്കേതികമായ നിയമപരമായ പ്രശ്നങ്ങൾ ധാരാളമുണ്ട്. ഉപയോഗിച്ച് എന്നുള്ളതിൻ്റെ തെളിവുകൾ വേണം. അതായത് തൊണ്ടി മുതലടക്കം പിടിച്ചെടുക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ ഇവരെ കേസിലേക്ക് ഉൾപ്പെടുത്താൻ വേണ്ടി. അങ്ങനെയൊന്നുമുള്ള നിലവിലെ സാഹചര്യങ്ങൾ. പക്ഷേ ഏതെങ്കിലും രീതി ഇതിൻ്റെ കണ്ണികൾ എവിടെയാണ്, ഇതിൻ്റെ തുടക്കം എവിടെയാണ്, എന്തിനു വേണ്ടിയാണ് നിരന്തരം ഈ സ്ത്രീയുമായി സാമ്പത്തിക ഇടപാടുകളൊക്കെ നടത്തുന്നതെന്നത് തിരിച്ചറിയാൻ വേണ്ടിയാണ് ഷൈൻ ടോം ചാക്കോ അടക്കമുള്ള ആളുകളെ വിളിച്ചു. നാളെയും 2 പേരോട് ഹാജരാകാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഷൈൻ ടോം ചാക്കോ ഇവിടെ ആലപ്പുഴ നഗര മധ്യത്തിലുള്ള എക്സൈസ് ഓഫീസിലാണ് നിലവിൽ ഉള്ളത്. ഉദ്യോഗസ്ഥർ, ഞാൻ ആദ്യം പറഞ്ഞ ഉദ്യോഗസ്ഥരെല്ലാം അവിടെ ഇപ്പോൾ തന്നെ ഹാജരായിട്ടുണ്ടോ? ഷൈനുമായി സംസാരിക്കുകയാണോ അവർ? ഇല്ല, എക്സൈസ് കമ്മീഷണർ അടക്കമുള്ള ഡെപ്യൂട്ടി കമ്മീഷണർ അടക്കമുള്ള മുതിർന്ന ഉദ്യോഗസ്ഥരാരും തന്നെ എത്തിയിട്ടില്ല. സ്വാഭാവികമായി 10 മണിക്ക് ഹാജരാകാൻ വേണ്ടിയാണ് പറഞ്ഞത്. ഓഫീസ് സമയം 10 മണിയാണ്. ഒരുപക്ഷെ ഷൈൻ എത്തിയതുകൊണ്ട് അവർ നേരത്തെ എത്തിയേക്കാം. നിലവിൽ അത്തരത്തിൽ മുതിർന്ന ഉദ്യോഗസ്ഥരൊന്നും ഇവിടെ എത്തിയിട്ടില്ല. എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ എത്തിയിട്ടുണ്ട്. കീഴുദ്യോഗസ്ഥരൊക്കെ ഉണ്ട്. ഒരുപക്ഷെ അവരായിരിക്കില്ല, ഒരുപക്ഷെ അല്ല, അവരല്ല ചോദ്യം ചെയ്യുക. മുതിർന്ന ഉദ്യോഗസ്ഥരെത്തി വിശദമായി തന്നെ ചോദ്യം ചെയ്യും. ഇതിനുവേണ്ടി പ്രത്യേക ചോദ്യാവലികളൊക്കെ തയ്യാറാക്കിയിട്ടുമുണ്ട്. ശരി രഘു.